ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ചതിൽ ഒരു പകുതി ഭാഗം വെള്ളം ഒഴിച്ച് നമ്മൾ വേഗം വെച്ചിരുന്നു. ഇതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങ്, മുരിങ്ങക്ക, ക്യാരറ്റ്, ബീൻസ്, പയർ, തക്കാളി, കോവയ്ക്ക, പച്ചമുളക്, ചേന, അങ്ങനെ എല്ലാ കൂട്ടവും നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വേഗം വെച്ചപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു, പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് വെച്ചത്. എന്നെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മുളക് നന്നായിട്ട് കീറിയിട്ടിട്ടുണ്ടായിരുന്നു, പച്ചമുളക് ആവശ്യത്തിനുള്ള. ഇനി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് അല്പം തേങ്ങയും പിന്നെ ജീരകം പൊടിച്ചതും ഉള്ളി ചതച്ചതും കൂടിയാണ്. സാധാരണ നമ്മൾ അരച്ചിട്ടാണ് വയ്ക്കുന്നത്. ഇത് ഞാൻ എളുപ്പത്തിൽ നമ്മൾ തേങ്ങ മിക്സിയിലൊന്നും ചതച്ചാണ് വയ്ക്കുന്നത്, പക്ഷെ ഞാൻ തേങ്ങ ചിരണ്ടി ഇട്ടാണ് വയ്ക്കുന്നത് കേട്ടോ. ഓക്കെ, ഉണ്ടോ? നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇനി ഞാൻ പ്രത്യേകം മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതിൻ്റെ എരിവുണ്ട്. ഇനി ഈ തേങ്ങ ഉണ്ടോ ഇതിലേക്ക് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴേക്കും, മിക്സായി കഴിയുമ്പോഴേക്കും നമ്മൾ ചതച്ചതുപോലെ തന്നെ ആണ് നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു അവിയലാണ്. തേങ്ങ ചിരണ്ടിയിട്ട്, തേങ്ങ ഒതുക്കി ചേർക്കുന്നതിന് പകരം നേരിട്ട് ചിരണ്ടി അങ്ങനെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. സ്വല്പം മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ ചേർത്ത് കൊടുത്തായിരുന്നു. പിന്നെ നമ്മൾ ചെറിയ ജീരകം തേങ്ങയുടെ കൂടെ അല്പം പൊടിച്ചിട്ടിട്ടുണ്ട്. ഇതാണ്, ഉണ്ടോ? ഇനി ഇത്തിരി കൂടെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയായി. ഞാൻ ഒരു 3 തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ പുളിക്കുള്ള തക്കാളി ഉണ്ട്. പിന്നെ പ്രത്യേകം പുളിയോ അല്ലെങ്കിൽ തൈരോ ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് അല്പം വെള്ളം കൂടി ഒന്ന് വറ്റി കിട്ടിയാൽ മതി. ഉണ്ടോ? വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയില്ലേ? അപ്പം എല്ലാവരും ഇതുപോലെ അവിയലൊന്ന് തയ്യാറാക്കി നോക്കണം, എന്നിട്ട് അതിൻ്റെ കമൻ്റ് അറിയിക്കണം. ഓക്കെ, താങ്ക് യു കൂട്ടുകാരെ, താങ്ക് യു.